ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച 2 വീലർ സ്പെയർ പാർട്സുകൾക്ക് MJ ഓട്ടോമൊബൈൽസ് കാട്ടാക്കട. ശ്രാവൺ ജ്യോതി ക്രിയേഷൻസിന്റെ ബാനറിൽ ദിവ്യ സാഗർ നിർമ്മിച്ച് ജ്യോതി ബസു രചനയും സംവിധാനവും നിർവഹിച്ച കൊതി എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോ തിരുവനന്തപുരത്ത് ലെനിൻ സിനിമാസിൽ നടന്നു. സിനിമാ താരം ബാലാജി ശർമ്മ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ അജയ് ശിവറാം, PRO അജയ് തുണ്ടത്തിൽ തുടങ്ങിയവരോടൊപ്പം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും നടീനടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പ്രിവ്യൂ ഷോ കാണാനെത്തിയിരുന്നു. കൊതിയുടെ ആദ്യ പ്രദർശനം കണ്ട പ്രേക്ഷകർ അതിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. എൻ്റെ അടുത്ത സുഹൃത്തും നാട്ടുകാരുമായ ജ്യോതി ബസു, വിനോദ് മട്ടവിള ഇവരൊക്കെ ചേർന്ന് ഒരുക്കിയ ഒരു സംരംഭമാണ് കൊതി. വളരെ മനോഹരമായി എടുത്തിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിൽ കൊതി, പണത്തോടും ഉണ്ടാകുന്ന കൊതിയും പണമുണ്ടായിട്ടും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇതെല്ലാം കൂടെ ഭംഗിയെ അവതരിപ്പിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ 15 മിനിറ്റിലൂടെ ഒരു ടെലിഫിലിം ചെയ്തു. ഈ 2 കൂട്ടുകാർക്കും പ്രത്യേകിച്ച് സംവിധാന ജ്യോതി ബസുവിന് എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. കൊതിയില്ലാത്തവരായിട്ട് ആരുമില്ല. അതിനെ വളരെ സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് സമയം അല്ലേ, 15 മിനിറ്റ് സമയത്തിനകത്ത് ഓരോരുത്തർക്കും ഓരോന്നിനോടുള്ള കൊതിയാണ്. ഇവിടെ അവസാനം ഇതിനകത്ത് പറയുന്നത് ഉറുമ്പുകൾ അതിന് രക്തത്തിനോടുള്ള കൊതി. അങ്ങനെ കൊതി എന്നുള്ള ഒരു പ്രമേയത്തെ ആസ്ഥാനമാക്കി ചെയ്ത ജ്യോതി ബാസു സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. സുഹൃത്ത് സുരേഷ് ആണ് ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലേഡി അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും കൊതിക്കും, അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും അഭിനയിച്ചവർക്കും. താങ്ക് യു. സിനിമയുടെ പിറവിയുമായി ഉണ്ടായ അനുഭവങ്ങൾ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ജ്യോതി ബസു പങ്കുവച്ചു. എൻ്റെ പേര് ജ്യോതി ബസു ആണ്. അപ്പോൾ ഞാൻ ബേസിക്കലി കഥാകൃത്താണ്. എൻ്റെ പല കഥകളും വരികളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരാറുണ്ട്. ഇപ്പോൾ 2 കഥാസമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2000 കൗമുദി പ്ലസിൽ എൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചു വന്നു. അതൊരു കൊതി എന്ന പേരിട്ട ഒരു കഥയാണ്. അപ്പോൾ ഈ കഥയുടെ വിഷ്വൽസുകൾ പലപ്പോഴും എന്നെ അലട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഇത് ഈ സിനിമയാക്കിയാൽ എന്ത് എന്നൊരു ചിന്ത വരികയും അത്തരത്തിലൊരു സിനിമയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലൊരു സിനിമയിലേക്ക് പോയപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട നടനായി പൂജപ്പുര രവി സാർ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പൂജപ്പുര രവി സാറ് മരണപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശേഷകാരനെ വെച്ച് നമുക്ക് ചെയ്യിക്കുവാനുള്ള ഒരു മഹാഭാഗ്യമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും പല കഥകളും ഷോർട്ട് ഫിലിം ആക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പണിപ്പുരയിലാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പൂജപ്പുര രവി എന്ന മഹാനായ നടനെ കേന്ദ്ര കഥാപാത്രമാക്കി ചിത്രീകരിക്കാൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിന്റെ അനന്തരവനിലൂടെ സഫലമായത്. കൊതി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൻ്റെ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ വന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിലൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിച്ചു. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റാണ് എനിക്ക് ആദ്യം തന്നത്. അത് എനിക്ക് യഥാർത്ഥത്തിൽ അഭിനയിക്കാൻ വേണ്ടി തന്നതല്ല, ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടി തന്നതാണ്. അഭിപ്രായം ചോദിക്കാൻ വന്ന സമയത്ത് ഇതിൽ പ്രധാന റോളായിട്ട് പൂജപ്പുര രവി സാർ, പൂജപ്പുര രവി മാമൻ എന്ന് നമ്മൾ വിളിക്കുന്നത്, കാരണം എൻ്റെ കുടുംബത്തിലുള്ളതാണ് പൂജപ്പുര രവി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കാളിയപ്പൻ എന്ന് പറഞ്ഞ ശക്തമായ കഥാപാത്രത്തെ വച്ചിരുന്നത്. ആ സമയത്ത് എന്നോട് ഞാൻ എൻ്റെ മാമനാണ് മരിച്ചുപോയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് എനിക്ക് തന്നതും ഞാൻ യഥാർത്ഥത്തിൽ ഈ സിനിമയിലേക്ക് ഒരു ഭാഗമാവാൻ വരികയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ ഇതൊരു മഹാഭാഗ്യമായി മാറി. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ഷോർട്ട് ഫിലിം ഇത്രയധികം നന്നാവുമെന്ന് പോലും ഞാൻ, നന്നായിരിക്കുമെന്ന് വെച്ചു, പക്ഷേ ഇത്രയധികം നന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. ജ്യോതി ബസിൻ്റെ ഡയറക്ഷൻ, അതിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അഭിനേതാവെന്നുള്ള രീതിയിൽ ഈ കാണികളുടെ നല്ലൊരു പ്രേക്ഷകരുടെ ഒരു പിന്തുണയിലാണ് ഈ ഇപ്പം പ്രിവ്യൂ ഷോ കഴിഞ്ഞത്. അവരുടെ എല്ലാവരെയും നല്ല അഭിപ്രായം, എന്നെ യഥാർത്ഥത്തിൽ വിമർശിക്കാൻ സാധ്യതയുള്ളവരിൽ നിന്നും നല്ല അഭിപ്രായം കിട്ടി. അഭിനയത്തിനും എസ്പെഷ്യലി ഈ ഒരു തീം
അത് നിങ്ങളത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഈ ഇതിൽ പങ്കെടുത്തതിൽ സന്തോഷം. ചിത്രത്തിന്റെ ദൃശ്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഛായാഗ്രാഹകൻ ബൈജു ചിത്രപുരിയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാനാണ് ഈ കൊതി ഷോർട്ട് ഫിലിമിൽ വേലിയോട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയതല്ല, ഞാൻ അസോസിയേറ്റ് ആയിട്ട് പോയതാണ്. പക്ഷേ 2 പേര് വേണ്ട, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനം ഇതിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. എന്തായാലും പ്രിവ്യൂ കഴിഞ്ഞു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. എല്ലാവർക്കും വളരെയധികം നന്ദി. പടം എന്തായാലും നമ്മുടെ പ്രതീക്ഷയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് അനു എന്നാണ്. ഈ സിനിമയിൽ നടിയായിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റി. ഞാൻ ഒരു 10-25ഓളം സീരിയൽ ചെയ്തു. ഇപ്പോൾ ഒരു കോട്ടയത്തൊരു അവാർഡ് പടം തിയേറ്റർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കിതുപോലെ നല്ലൊരു സിനിമ, കൊതി എന്ന് പറഞ്ഞൊരു നല്ല സിനിമ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും, അത് തിയേറ്ററിലൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. മുടി കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ? എങ്കിൽ പരിഹാരമുണ്ട്. കാര്യം വളരെ സിമ്പിളാണ്. നമുക്ക് സംസാരിക്കാം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക.